നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ല 40ന്റെ നിറവിൽ. സമൂലമായ മാറ്റം ആഗ്രഹിക്കുന്ന കാസർഗോഡിന് ഈ പിറന്നാൾ നൽകുന്നത് വലിയ പ്രതീക്ഷകൾ. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ സെന്റർ ചിത്താരിയിൽ ടാങ്കർ ലോറിയിൽ വാതക ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പരത്തി. ആശങ്ക പരിഹരിച്ചത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടം, 2 മരണം. കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ ഇരകളായവരിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയും. 1 ലക്ഷം രൂപ പിൻവലിക്കുവാനെത്തിയപ്പോൾ 5000 രൂപ നൽകി മടക്കി അയച്ചുവെന്ന് പരാതി. സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. കാസർഗോഡ് താലൂക്ക് പരിധിയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. കുമ്പള പോലീസ് സ്റ്റേഷനിലെ മേൽക്കൂരയുടെ സിമന്റ് പാളികൾ അടർന്നു വീണു. അപകടം ഒഴിവായത് തല നാഴിഴയ്ക്ക്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ല 40ന്റെ നിറവിൽ. അവഗണനയുടെയും പരാധീനതകളുടെയും കഥകൾ മാത്രമാണ് 40ന്റെ പകിട്ടിലും കാസർഗോഡ് ജനതയ്ക്ക് പറയാനുള്ളത്. സമൂലമായ മാറ്റം ആഗ്രഹിക്കുന്ന കാസർഗോഡിന് ഈ പിറന്നാൾ നൽകുന്നത് വലിയ പ്രതീക്ഷകളാണ്. കാസർഗോഡ് ജില്ല രൂപീകരിച്ച് വെള്ളിയാഴ്ച 40 വർഷമാകുന്നു. സംസ്ഥാനത്തെ വടക്കേ അറ്റത്തെ വികസന മുരടിപ്പ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച കാസർഗോഡ് ജില്ല അതിൻ്റെ രൂപീകരണ ലക്ഷ്യത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ലെന്നത് ഇതുവരെയുള്ള നാൾവഴികളിൽ നിന്നും വ്യക്തം. കെ കരുണാകരൻ മന്ത്രിസഭയാണ് 1984 മെയ് 24 സംസ്ഥാനത്തെ 14ാമത്തെ ജില്ലയായി കാസർഗോഡിന് രൂപം നൽകുന്നത്. രൂപീകരണ സമയത്ത് 8.5 ലക്ഷത്തോളമായിരുന്നു ജനസംഖ്യ. ഇന്ന് അത് ഏകദേശം ഇരട്ടിയാണ്. രൂപീകരണ കാലത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ സ്ഥിതി മെച്ചപ്പെട്ടെന്ന് പറയാമെങ്കിലും സംസ്ഥാനത്തെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കിയാൽ കാസർഗോഡ് ഇന്നും പരാധീനതകൾക്ക് നടുവിലാണ്. കേരള കേന്ദ്ര സർവകലാശാല, മലയോര ഹൈവേ, ബേക്കൽ ടൂറിസം, ഭാവിക്കര, തടയണ തുടങ്ങിയ എടുത്തു പറയാവുന്ന നിരവധി വികസന സ്തംഭങ്ങൾ കാസർഗോഡിന് അഭിമാനം നൽകുന്നവയാണ്. കാസർഗോഡിൻ്റെ മുഖമുദ്രയാണ് പെരിയയിൽ 210 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കേന്ദ്ര സർവകലാശാല. രാജ്യത്തെ 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അറബിക്കടലിൻ്റെ തീരത്ത് 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ദൃശ്യവിസ്മയമായ ബേക്കൽ കോട്ട ജില്ലയുടെ തന്നെ മേൽവിലാസമാണ്. ഉപ്പുവെള്ളം കുടിക്കേണ്ട കാസർഗോഡിൻ്റെ ഗതികേട് പരിഹരിക്കുന്ന 27.5 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഭാവിക്കര തടയണ ജില്ലയിലെ മികച്ച പദ്ധതികളിലൊന്നാണ്. ദേശീയപാത വികസനമാണ് കാസർഗോഡിൻ്റെ മറ്റൊരു വികസന അധ്യായം. ഏറ്റവും വേഗത്തിലാണ് ജില്ലയിലെ ദേശീയപാത നിർമ്മാണം. വന്ദേ ഭാരത് എക്സ്പ്രസ് കാസർഗോഡ് നിന്നും സർവീസ് ആരംഭിച്ചത് ജില്ലയ്ക്ക് ഗുണകരമായിട്ടുണ്ട്. ദീർഘദൂര ട്രെയിനുകൾക്കുൾപ്പെടെ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന നിരവധി ആവശ്യങ്ങൾ യാത്രക്കാർ ഉയർത്തുന്നു. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, വൈദ്യുതി രംഗം എന്നിവയിലെ പുരോഗതിയില്ലായ്മ ജില്ലയുടെ കിതപ്പായി തുടരുന്നു. മെഡിക്കൽ കോളേജ് പ്രവൃത്തി മുടങ്ങിയതിന് സമാനമായി നിൽക്കുന്നത് KLEML പ്രതിസന്ധി, HALലെ മികവില്ലായ്മ, എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം പാതി വഴിയിലായതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളും ജില്ലയുടെ കിതപ്പായി നിലകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ സെന്റർ ചിത്താരിയിൽ ടാങ്കർ ലോറിയിൽ വാതക ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പരത്തി. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ആശങ്ക പരിഹരിച്ചത്. സംസ്ഥാന പാതയിൽ സെന്റർ ചിത്താരിയിൽ പുലർച്ചെ 7:30യോടെയാണ് ടാങ്കർ ലോറിയിൽ വാതക ചോർച്ച കണ്ടെത്തിയത്. ഓടിക്കൊണ്ടിരുന്ന ലോറിയിലായിരുന്നു ചോർച്ച. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ടു. സെന്റർ ചിത്താരി ഹിമായത്തുൽ ഇസ്ലാം AUP സ്കൂളിന് എതിർവശത്തെ റോഡിലാണ് ലോറിയിൽ നിന്നും വാതക ചോർച്ച കണ്ടെത്തിയത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. അപകടം ഒഴിവാക്കാൻ പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. വ്യാപാര സ്ഥാപനങ്ങളും അടപ്പിച്ചു. കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കാഞ്ഞങ്ങാട് ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ ചാമുണ്ടിക്കുന്നിൽ വെച്ചുമാണ് പോലീസ് വഴി തിരിച്ചുവിട്ടത്. ചന്ദ്രഗിരി പാലം വഴിയുള്ള KSRTC ബസ്സുകൾ പെരിയ, പാക്കം, പള്ളിക്കര വഴി സർവീസ് നടത്തി. വണ്ടി പോകുന്നത് തന്നെ ഭയങ്കര അപകടകരമായ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൂടാതെ ഈ ഗ്യാസ് വണ്ടികൾ ഇങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് ഇങ്ങനെ ഇതായെങ്കിൽ
ഈ നമ്മളെ പ്രദേശത്തുകാർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടും ഇതും അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. ടാങ്കർ ലോറിയുടെ വാൽവിലായിരുന്നു ചോർച്ച. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ താൽക്കാലികമായി ചോർച്ച അടച്ചെങ്കിലും മംഗളൂരുവിൽ നിന്ന് വിദഗ്ധ സംഘം എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. ഇത് വാഹനത്തിന്റെ ഡ്രൈവർ തന്നെയാണ് ഇത് കണ്ടത് ഈ സംഭവങ്ങൾ. ഇപ്പം നമ്മുടെ ഈ റോട്ടർ ഗേജ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവിടെയാണ് ലീക്ക് ഉണ്ടായത്. അത് നമ്മളിപ്പോൾ വാഹനത്തിൻ്റെ ഈ ബോഡി ഫില്ലർ പിന്നെ ഹാർഡനറും വെച്ച് നമ്മൾ ഇത് ഫില്ല് ചെയ്തിരിക്കുകയാണ്. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ആശങ്ക പരിഹരിക്കാനായത്. വാതക ചോർച്ച യഥാസമയം കണ്ടെത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമാണ് നഷ്ടങ്ങളേറെയും. പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ജില്ലയുടെ തീരദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ്. മഴക്കെടുതിയിൽ ജില്ലയിൽ 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. തീരദേശത്തും കിഴക്കൻ മലയോരത്തുമാണ് മഴയിൽ വലിയ നാശനഷ്ടമുണ്ടായത്. മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമായിരുന്നു നഷ്ടങ്ങളേറെയും. പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ജലാശയങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും ഇടിയും മിന്നലും ശക്തമായ കാറ്റുമുള്ളതിനാൽ വീടിന് പുറത്തിറങ്ങുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നതുകൊണ്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഗതാഗത തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണണമെന്നത് കളക്ടർ തന്നെ നേരിട്ടിറങ്ങി നിർമ്മാണ കരാറുകാരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ശക്തമായ മഴയിൽ ബേവൂരിൽ മിന്നലിൽ വീടിന്റെ മതിലിടിഞ്ഞിട്ടുണ്ട്. ഇടിമിന്നലിൽ പെരുമ്പട്ടയിൽ വാടക വീട്ടിലെ വൈദ്യുതി സംവിധാനം പൂർണ്ണമായും നശിച്ചു. കനത്ത മഴയിൽ കുണ്ടംകുഴി താരം തട്ടടുക്ക ഗവൺമെന്റ് LP സ്കൂൾ വളപ്പിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു. മഴക്കെടുതിയിൽ 2 മരണമാണ് ജില്ലയിൽ ബുധനാഴ്ചയുണ്ടായത്. പുതിയ കണ്ടത്തെ കീലത്ത് ബാലൻ ഇടിമിന്നലേറ്റും. ചെറുവത്തൂർ അച്ചാംതുരുത്തിയിലെ പുതിയപുരയിൽ വളപ്പിൽ വെള്ളച്ചി പുഴയിൽ വീണുമാണ് മരിച്ചത്. ബുധനാഴ്ച ജില്ലയിലെ പടന്നക്കാട് സ്വയം പ്രേരിത ചെറു കാലാവസ്ഥാ കേന്ദ്രത്തിൽ 3.5 മണിക്കൂറിനുള്ളിൽ പെയ്തത് 48 മില്ലിമീറ്റർ മഴയാണ്. വൈകിട്ട് 3 മുതൽ 6 വരെയാണ് ഇത്രയും മഴ രേഖപ്പെടുത്തിയത്. മഴ തുടങ്ങിയ ആദ്യ അരമണിക്കൂറിനുള്ളിൽ 33 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. പിന്നീട് ശക്തി കുറയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ ഇരകളായവരിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയും. 1 ലക്ഷം രൂപ പിൻവലിക്കുവാൻ എത്തിയപ്പോൾ 5000 രൂപ നൽകി മടക്കി അയച്ചുവെന്നാണ് പരാതി. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4,76 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതയായ കാറടുക്ക മുണ്ടോൾ സ്വദേശിനി ലക്ഷ്മിക്ക് ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച 2.5 ലക്ഷം രൂപ കാറടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്നു. ഇതിൽ 1 ലക്ഷം രൂപ പിൻവലിക്കാനെത്തിയപ്പോൾ 5000 രൂപ മാത്രം നൽകി പറഞ്ഞയക്കുകയായിരുന്നുവെന്ന് ലക്ഷ്മി പറയുന്നു. ക്യാൻസർ ബാധിതയായ തന്റെ സഹോദരി നാരായണിക്ക് ചികിത്സാ ആവശ്യത്തിനാണ് പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയത്. ബാങ്കിൽ നിന്ന് 5000 രൂപ മാത്രം അനുവദിച്ചതിനാൽ ചികിത്സയ്ക്ക് ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണിവർ. ഞാൻ എൻഡോസൾഫാൻ്റെ രോഗി. പിന്നെ എനിക്ക് 5 ലക്ഷം കിട്ടിയത്. അത് പോയിട്ട് ഏട്ടിക്ക് സുഖമില്ലാതെ ഏട്ടി. അങ്ങനെ 1 ലക്ഷം പോയിട്ട് ചോദിച്ചു. അപ്പോൾ അപ്പ പറഞ്ഞു ഇല്ല, ഇന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അത്രയും ഏട്ടിക്ക് കയ്യാറായിട്ട് പോയിട്ട് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഇന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് തരാമെന്ന്. എന്നിട്ട് ഇത് 5000 തന്നത്. ലക്ഷ്മിയെപ്പോലെ പണം പിൻവലിക്കാൻ നിരവധി പേരാണ് ബാങ്കിലെത്തുന്നത്. പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ അധിക തുക പിൻവലിക്കാൻ കഴിയില്ലെന്ന മറുപടിയാണ് ജീവനക്കാർ നൽകുന്നത്. പണം നഷ്ടപ്പെടില്ലെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ പണം ലഭ്യമാക്കുമെന്ന ആശ്വാസ മറുപടിയും ജീവനക്കാർ പറയുന്നുണ്ടെങ്കിലും നിക്ഷേപകർ കടുത്ത ആശങ്കയിലാണ്. അതേസമയം പണം തിരികെ നൽകാൻ സൊസൈറ്റിക്ക് സാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. 4,76 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ സെക്രട്ടറി രതീഷിനെ പിടികൂടുവാൻ ഇതുവരെയായും പോലീസിന് കഴിഞ്ഞിട്ടില്ല. 42 പേരുടെ സ്വർണവുമായാണ് സെക്രട്ടറി മുങ്ങിയത്.
രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളികളായ 3 പേരെ അറസ്റ്റ് ചെയ്തത് ഒഴിച്ചാൽ മറ്റ് പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാനാവാത്തതിനെതിരെ നിക്ഷേപകരുടെ ഇടയിൽ നിന്നും ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴക്കാലത്തിനും പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിനും മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. കാസർഗോഡ് താലൂക്ക് പരിധിയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. മഴക്കാലത്തിനും പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിനും മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. RTO ES ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത്. കാസർഗോഡ് താലൂക്ക് പരിധിയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. കാസർഗോഡ് പരിശോധനയ്ക്കെത്തിയ 55 സ്കൂൾ ബസ്സുകളിൽ 12 എണ്ണത്തിന് ഫിറ്റ്നസ് നൽകി. അവധിക്കാലത്ത് 2 മാസത്തോളം ഉപയോഗിക്കാതെ നിർത്തിയിടുമ്പോൾ വാഹനങ്ങൾക്ക് തകരാറ് സംഭവിക്കാറുണ്ടെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്നു. തേഞ്ഞ ടയറാണ് പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. തകരാറുകളും ന്യൂനതകളുമുള്ള വാഹനങ്ങൾ അവ പരിഹരിച്ച് 29-ന് വീണ്ടും ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ P. ശ്രീനിവാസൻ, KV അരുൺകുമാർ, KV ഗണേശൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. അപ്പോൾ പ്രധാനമായിട്ടും സ്കൂൾ വാഹനങ്ങളുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അതിൻ്റെ ടയർ, തേയ്മാനം വന്ന ടയറുകളുണ്ടോ, ലീഫ് പൊട്ടിയിട്ടുണ്ടോ, പിന്നെ ചോർച്ചയുണ്ടോ, കുട്ടികൾക്ക് ബാഗ് വെക്കാനുള്ള സൗകര്യമുണ്ടോ, ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, അതേപോലെ ബ്രേക്ക്, സർവീസ് ബ്രേക്കും പാർക്കിംഗ് ബ്രേക്കും പ്രവർത്തിക്കുന്നുണ്ടോ, അങ്ങനെ പിന്നെ വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് അതുപോലെ GPS, അതുപോലെ അങ്ങനെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് പരിശോധനയിൽ ഉണ്ടാകും. എന്തെങ്കിലും ഡിഫക്റ്റ് കാണുകയാണെങ്കിൽ അത് തിരിച്ചയച്ച് വീണ്ടും നമ്മുടെ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടും. പൂർണ്ണമായും ക്ലിയറായ വാഹനങ്ങൾക്ക് നമ്മൾ സുരക്ഷാ പരിശോധന നടത്തിയതിൻ്റെ ഒരു തെളിവായിട്ടൊരു സ്റ്റിക്കർ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മഞ്ചേശ്വരം താലൂക്കിലെ പരിശോധന ഉപ്പള AJ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. പരിശോധനയ്ക്കെത്തിയ 46 സ്കൂൾ ബസ്സുകളിൽ 7 എണ്ണത്തിന് മാത്രമാണ് ഫിറ്റ്നസ് നൽകിയത്. കാഞ്ഞങ്ങാട് സബ് RT ഓഫീസ് പരിധിയിൽ 56 വാഹനങ്ങൾ പരിശോധിച്ചു. 22 വാഹനങ്ങളിൽ വിവിധ തകരാറുകളും പോരായ്മകളും കണ്ടെത്തി പരിഹാരത്തിനായി തിരിച്ചയച്ചു. ടയറുകൾ തേയ്മാനം സംഭവിച്ചതും സ്റ്റിയറിംഗ് തകരാറുള്ളതും പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ക്ലാമ്പ് ഘടിപ്പിക്കാത്തതും ലൈറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്തതുമായ വാഹനങ്ങളാണ് തിരിച്ചുവിട്ടത്. ഇവ തകരാറുകൾ പരിഹരിച്ച് വീണ്ടും ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള പോലീസ് സ്റ്റേഷനിലെ മേൽക്കൂരയുടെ സിമന്റ് പാളികൾ അടർന്നു വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബുധനാഴ്ച രാത്രി 8:30 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ മഴയെ തുടർന്ന് കുമ്പള പോലീസ് സ്റ്റേഷനിലെ മേൽക്കൂരയുടെ സിമന്റ് പാളികൾ അടർന്നു വീണു. ബുധനാഴ്ച രാത്രി 8:30 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. സ്റ്റേഷനിൽ GD ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇരിപ്പിടത്തിന് സമീപമാണ് സിമന്റ് പാളികൾ അടർന്നു വീണത്. തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. മേൽക്കൂരയിലുണ്ടായിരുന്ന ഫാനിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരാതിയുമായും മറ്റ് ആവശ്യങ്ങൾക്കും പൊതുജനം എത്തുന്ന കവാടത്തിൽ തന്നെയാണ് അപകടം നടന്നത്. കാലപ്പഴക്കം കാരണം ഏറെക്കാലമായി സിമന്റ് പാളികൾ അടർന്നു വീഴുന്നത് പതിവാണ്. മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് കോൺക്രീറ്റിന് നനവുണ്ടായിട്ടുണ്ട്. ഇത് തുടർ അപകടത്തിന് കാരണമാകുമോ എന്ന ആശങ്കയുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകി വന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക, ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന മൊബൈൽ വെൽഡിംഗ് വർക്കുകൾ നിയന്ത്രിക്കുക, ചെറുകിട വെൽഡിംഗ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മുഴുവൻ സ്ഥാപന ഉടമകളും സ്ഥാപനങ്ങൾ അടച്ചിട്ട് മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. BC റോഡിൽ നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ച മാർച്ചിനു ശേഷം ധർണാ സമരം നടന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ ഫീസ് അടച്ച് സർക്കാരിന് നികുതി നൽകുന്ന എല്ലാ ലൈസൻസ് എടുത്ത് വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ചെറുകിട യൂണിറ്റുകളെ തകർക്കാൻ മൊബൈൽ യൂണിറ്റുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. പിന്തിരിഞ്ഞില്ല എങ്കിൽ
ഇന്ന് നടക്കുന്ന കാസർകോട്ടെ ഈ സമരത്തിന്റെ സംസ്ഥാന നേതൃത്വമടക്കം ഇടപെട്ടുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിൽ നിങ്ങളെ കൊണ്ട് അത് പിന്തിരിപ്പിക്കാനുള്ള നടപടികളിലേക്ക് നീക്കും എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ജില്ലാ പ്രസിഡന്റ് എം സജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ VC തോമസ്, K ഗംഗാധരൻ, നേതാക്കളായ സതീശൻ ഉദുമ, രാമകൃഷ്ണ ബദിയടുക്ക, സുരേഷ് UR, K നിശാന്ത്, സുരേഷ് G വിജയൻ, ഗംഗാധര നായിക് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV സുഗതൻ സ്വാഗതവും ജില്ലാ ട്രഷറർ ദിനേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് സബ് ഡിവിഷന്റെ കീഴിൽ തൃക്കരിപ്പൂർ സെക്ഷന് കീഴിൽ വൈദ്യുതി സുരക്ഷാ ക്ലാസും ഊർജ്ജ സംരക്ഷണവും ലക്ഷ്യമിട്ട് അവബോധ ക്ലാസ് നടത്തി. ഇളമ്പച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലാ രാജീവ് ജി കൾച്ചറൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ഇളമ്പച്ചിയിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. വൈദ്യുതി ഉപയോഗത്തിൽ മഴക്കാലത്തുൾപ്പെടെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഒഴിവാക്കുവാൻ പാലിക്കേണ്ട കാര്യങ്ങളും നിയന്ത്രണങ്ങളുമാണ് ക്ലാസ്സിലൂടെ ലക്ഷ്യമിട്ടത്. പൊതുജനങ്ങൾക്ക് വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സംശയ ദൂരീകരണവും നടന്നു. തൃക്കരിപ്പൂർ ഇളമ്പച്ചി രാജീവ് ജി കൾച്ചറൽ സെന്റർ പരിസരത്ത് സംഘടിപ്പിച്ച ക്ലാസ് തൃക്കരിപ്പൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ CK മിഥുൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ജി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് C ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. പഠന അസിസ്റ്റന്റ് എഞ്ചിനീയർ V സ്മിത്ത് ക്ലാസ് എടുത്തു. നമ്മുടെ ഫ്രിഡ്ജിന്റെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇടക്ക് മാത്രം ഭൂന്ന സൗണ്ട് കേൾക്കും നമ്മൾ പെട്ടെന്ന്. അതായത് 24 മണിക്കൂർ ഓണാക്കിയിട്ട് ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഒരു സമയമാണ്. അതായത് വളരെ കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ 5 മിനിറ്റോ വർക്ക് ചെയ്തുകൊണ്ടാണ് നിൽക്കുക. ആ ടെമ്പറേച്ചർ നമ്മൾ അഡ്ജസ്റ്റ് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഫ്രിഡ്ജ് ഏറ്റവും ചുമരിനെ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ചൂട് കൂടും. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഈ ചൂട് വലിച്ച് പുറത്തേക്ക് വിടാൻ എന്ത് ചെയ്യണം, കംപ്രസർ ശരിക്കും 5 മിനിറ്റ് വർക്ക് ചെയ്യേണ്ട കംപ്രസറിൽ 15 മിനിറ്റ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾക്കിപ്പോൾ പുറത്ത് ഇപ്പം നിലവിൽ വേനൽക്കാലം ആകുമ്പോൾ പുറത്ത് ചൂട് കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഒരു 32 ഡിഗ്രിയിലേക്ക് വിടേണ്ടത് 37 ഡിഗ്രിയിലേക്കാണ് പുറത്തേക്ക് വിടുമ്പോൾ അവിടെ കൂടുതൽ ഹൈറ്റ് വന്നു. 32 37 എന്ന ഹൈറ്റിലേക്ക് വിടുമ്പോൾ കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കും. PK സത്യനാഥൻ മാസ്റ്റർ, TV കുഞ്ഞികൃഷ്ണൻ, തസ്ലീം അഹമ്മദ്, PV അനീഷ എന്നിവർ സംസാരിച്ചു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രുചി വൈവിധ്യങ്ങളുമായി GTech വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റിവൽ. GTech കാസർഗോഡ് സെന്ററാണ് ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ആരോഗ്യമുള്ള സമൂഹത്തിന് മായം കലരാത്ത പോഷകാഹാരം എന്നതായിരുന്നു ഫുഡ് ഫെസ്റ്റിവലിൻ്റെ സന്ദേശം. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ച കാസർഗോഡ് GTechലെ വിദ്യാർത്ഥികൾ പാചകകലയിലും കഴിവ് തെളിയിച്ചു. GTechലെ വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് രുചി വൈവിധ്യങ്ങളുടെ കലവറ തീർത്തത്. CDS ചെയർപേഴ്സൺ ആയിഷ കാസിം ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് മികച്ച സന്ദേശം പകർന്നു നൽകുന്നതായിരുന്നു ഫുഡ് ഫെസ്റ്റിവൽ. സെന്റർ മാനേജർ ഷിജ സ്വാഗതം പറഞ്ഞു. ഫാത്തിമ ആർക്കേഡ് ചെയർമാൻ NA അബ്ദുൽ റഹ്മാൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സെന്റർ ഡയറക്ടർ KVK റാം മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും മികച്ച പ്രോത്സാഹനമാണ് GTech നൽകുന്നതെന്നും ഇതിൻ്റെ ഭാഗമായാണ് ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെന്നും സെന്റർ ഡയറക്ടർ KVK റാം KCN ന്യൂസിനോട് പറഞ്ഞു. കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോടനുബന്ധിച്ച് കുക്കിങ്ങിലും ഭക്ഷണത്തിലും അവർക്ക് താല്പര്യം വേണം, സ്വയം പര്യാപ്തരാവണം നമ്മുടെ കുട്ടികൾ എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കുട്ടികൾ തന്നെ മുൻകൈയെടുത്ത് തുടങ്ങിയ ഒരു ആക്ടിവിറ്റിയാണ്. ഇതുപോലെ സ്പോർട്സിലും ഞങ്ങളുടെ കുട്ടികൾ എന്നും തിളങ്ങി നിൽക്കാറുണ്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയായ കാസർഗോഡ് GTech പഠനത്തോടൊപ്പം കുട്ടികളിലെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനായി കലാകായിക മത്സരങ്ങളും വിനോദയാത്രകളും സംഘടിപ്പിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ വെള്ളം കയറിയ ഉപ്പള അടിപ്പാതയുടെ ഓടകൾ അധികൃതർ ഇടപെട്ട് ശുചീകരിച്ചു. സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. അടിപ്പാതയിൽ വെള്ളം കയറുന്നതിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയ്ക്ക് ഇതോടെ പരിഹാരമായി. KCN വാർത്തയെ തുടർന്നായിരുന്നു നടപടി. കനത്ത മഴയിൽ വെള്ളം കയറിയ ഉപ്പള അടിപ്പാതയുടെ ഓടകൾ ശുചീകരിച്ചു. അധികൃതർ ഇടപെട്ട് സാമൂഹ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ് ശുചീകരണം നടത്തിയത്. അടിപ്പാതയിൽ വെള്ളം കയറുന്നതിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് KCN ന്യൂസ് നൽകിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ സാമൂഹ്യ പ്രവർത്തകരെ അറിയിക്കുകയും സാമൂഹ്യ പ്രവർത്തകരെത്തി അടിപ്പാതയുടെ ഓടകൾ ശുചീകരിക്കുകയുമായിരുന്നു.
കൂടാതെ അടിപ്പാതയിൽ നിന്നും പൂർണ്ണമായ രീതിയിൽ വെള്ളം ഒഴുകിപ്പോകുവാൻ സംവിധാനമൊരുക്കുകയും ചെയ്തു. ഇതോടെ ദിവസങ്ങൾ നീണ്ട പ്രശ്നത്തിനാണ് പരിഹാരമായത്. ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം ഒഴുകിപ്പോകുവാൻ കൃത്യമായ ക്രമീകരണം ഏർപ്പെടുത്താതെയാണ് അടിപ്പാത നിർമ്മിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റെയിൽവേ ഗേറ്റിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാതയാണിത്. നിരവധി പേർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാതയിൽ വെള്ളക്കെട്ടുണ്ടായാൽ വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും. ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ ശാശ്വതമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുല്ലഹിമാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഹയർ സെക്കൻഡറി NSQF വൊക്കേഷണൽ വിഭാഗത്തിൽ 100% വിജയം നേടി മുള്ളേരിയ കുഞ്ചത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി. ഈ സ്കൂളുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് 12 സ്കൂളുകളാണ് 100% വിജയം നേടിയത്. ഹയർ സെക്കൻഡറി NSQF വൊക്കേഷണൽ വിഭാഗത്തിൽ 100% വിജയം നേടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുഞ്ചത്തൂരും ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുള്ളേരിയയും കാസർഗോഡ് ജില്ലയിൽ ഒന്നാമതെത്തി. വൊക്കേഷണൽ വിഭാഗത്തിൽ സംസ്ഥാനത്ത് 12 സ്കൂളുകളാണ് 100% വിജയം നേടിയത്. ഈ സ്കൂളുകളിൽ മുള്ളേരിയ കുഞ്ചത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെട്ടത് കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനമായി. സംസ്ഥാനത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററായി കുഞ്ചത്തൂർ സ്കൂളിനെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ ക്ലാസുകൾ ഇതിനകം ആരംഭിച്ചതായി പ്രിൻസിപ്പാൾ ശിശുപാലൻ അറിയിച്ചു. ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ കുഞ്ചത്തൂർ സ്കൂളിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചു. രാജ്യത്തെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യശേഷി വികസിപ്പിക്കുന്നതിനും അവർക്ക് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ ലഭിക്കുവാൻ പ്രാപ്തരാക്കുന്ന തരത്തിലുമുള്ള പരിശീലനം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക് അഥവാ NSQF പഠന പദ്ധതി. തുടർച്ചയായ 2ാം വർഷവും GVHSS കുഞ്ചത്തൂർ 100% വിജയം നേടി ഈ മഞ്ചേശ്വരം ഭാഗത്ത് പേരും പ്രശസ്തിയും ഏറ്റെടുക്കുകയാണ്. GVHSS കുഞ്ചത്തൂർ കേരളത്തിലെ 12 സ്കൂളുകൾ 100% കൈവരിച്ചപ്പോൾ ഇപ്രാവശ്യവും 100% വിജയത്തോടെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ 2 കോഴ്സുകൾ DBDO, FTCP എന്നീ 2 കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളാണ് നിലവിലുള്ളത്. ഈ 25-ാം തീയതി വരെ സ്കൂളുകളിൽ നേരിട്ട് എത്തി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ ആവശ്യമനുസരിച്ചുള്ള തൊഴിൽ നൈപുണികൾ ആർജിച്ച വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുവാൻ ഈ പദ്ധതി വഴിയൊരുക്കും. ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനൊപ്പം സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കും എന്നുള്ളതാണ് NSQF കോഴ്സുകളുടെ പ്രത്യേകത. ഈ കോഴ്സ് വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത കൂടുതലാണ്. I got full A+ plus examination. First of all, I thank my parents, and second, my teachers. They supported me in every situation. They motivated me. ഞാനിവിടെ ഫുൾ A+ ആണ്. ആദ്യമായിട്ട് ഐ താങ്ക് മൈ പേരൻസ് ആൻഡ് ഒബ്വിയസ്ലി മൈ ടീച്ചേഴ്സ്. ഇവിടെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഒരിക്കലും ബുക്ക് വോംസ് അല്ല അവരാക്കുന്നത്. ദി ഗിവ് us നോളജ്. ഇലക്ട്രോണിക് സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ FTCP കോഴ്സും ITES സെക്ടറിൻ്റെ DBDO കോഴ്സുമാണ് GVHSS കുഞ്ചത്തൂരിൽ നിലവിലുള്ളത്. അബ്ദുല്ലഹിമാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ശ്രീ നാഗരാജകട്ടയിൽ ശ്രീ നാഗദേവൻ്റെയും നാഗകന്യകയുടെയും പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ശനിയാഴ്ച നടക്കും. ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കും. കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്തുള്ള ബാങ്ക് റോഡിൽ കുടികൊള്ളുന്ന നാഗരാജകട്ട കാസർഗോട്ടെ ഭക്തജനങ്ങളുടെ ആരാധനാ കേന്ദ്രമാണ്. 2014 മെയ് 25-നാണ് വേദമൂർത്തി ശ്രീ സുഖാനന്ദ ഭട്ട് മഞ്ചേശ്വരം, തന്ത്രി വരിയർ ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണുവാസറ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീ നാഗദേവൻ്റെയും നാഗകന്യകയുടെയും പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടന്നത്. നാഗസന്നിധിയിൽ ഈ വർഷത്തെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ശനിയാഴ്ച വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളോടുകൂടി നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവത്തിനായി നടത്തിയിരിക്കുന്നത്. കാസർഗോഡ് നഗരത്തിലെ ഹൃദയഭാഗത്ത് KSRTCൻ്റെ സമീപം നിരവധി വർഷങ്ങളായി നിലനിൽക്കുന്ന ശ്രീ നാഗരാജ സന്നിധി. ഈ സന്നിധിയിൽ 2014 പുനർപ്രതിഷ്ഠ നടന്ന് 2024 10ാമത്തെ വാർഷികം 25-ാം തീയതി രാവിലെ 6 മണി മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾ
അതേപോലെ ഭജന പരിപാടി വൈകുന്നേരം 6 മണി വരെയാണ് ഈ പരിപാടി നടക്കും. രാത്രി 8:30 ആണ് യക്ഷഗാന ശ്രീ ബപ്പനാട് ശ്രീ ദുർഗാപരമേശ്വര യക്ഷഗാന മണ്ഡലി ഇവരെ നേതൃത്വത്തിൽ നാടൂര നാഗപന എന്ന തുളു യക്ഷഗാനം കൂടി നടക്കുന്നു. അപ്പോൾ ഈ എല്ലാ പരിപാടികൾക്ക് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാന്തോട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. വളാന്തോട് മിൽമ ഹാളിൽ ചേർന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാന്തോട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ രാമചന്ദ്ര കൈമൾ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ അഷ്റഫ്, KN വേണു, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കാരുണ്യപ്രവർത്തകൻ ഷറഫുദ്ദീനെ ഉപഹാരം നൽകി ആദരിച്ചു. SSLC, +2, BA, LLB പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി. മധുസൂദനനെ പ്രസിഡന്റായും സുരേഷ് ബാബുവിനെ ജനറൽ സെക്രട്ടറിയായും രാമചന്ദ്ര കൈമളിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിച്ച ചക്ക ഫെസ്റ്റ് ശ്രദ്ധേയമായി. രുചിയൂറും ചക്ക വിഭവങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമാണ് ചക്ക ഫെസ്റ്റിവലിൽ ഒരുക്കിയത്. തൊടികളിൽ പാഴാകുന്ന ചക്ക കുറഞ്ഞ ചെലവിൽ പലതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറുന്നത് കണ്ടപ്പോൾ നാട്ടുകാർക്ക് അതിശയം. ചക്ക കൊണ്ടുള്ള ബിരിയാണി, കട്ട്ലറ്റ്, ബജി, പായസം, മിക്സ്ചർ, കൊഴുക്കട്ട, ഉണ്ണിയപ്പം തുടങ്ങി നിരവധി വിഭവങ്ങളാണ് നാട്ടുകാർക്ക് മുന്നിലെത്തിയത്. ലോക ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയും ഉദുമ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും ചേർന്ന് പാലക്കുന്നിൽ സംഘടിപ്പിച്ച ചക്ക ഫെസ്റ്റിലാണ് രുചിക്കൊപ്പം ഗുണമേന്മയുമുള്ള വിവിധ തരം ചക്ക ഉൽപ്പന്നങ്ങൾ നിറഞ്ഞത്. ഉണ്ടച്ചക്ക, തേൻവരിക്ക, ഉരുളൻ ചക്ക, താമരച്ചക്ക, കുനൻവരിക്ക തുടങ്ങി പലതരത്തിലുള്ളവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ചക്ക ഫെസ്റ്റിൽ ഏവരുടെയും മനം കവർന്നത് ചക്ക ബിരിയാണിയാണ്. മസാല ചേർത്ത് പൊരിച്ചെടുക്കുന്ന ചക്ക ചേർത്തുണ്ടാക്കിയ ഈ ബിരിയാണി കോഴി, ആട് ബിരിയാണിയേക്കാൾ സ്വാദിൽ മുന്നിലാണെന്ന് രുചിച്ചവർ ഒന്നടങ്കം പറഞ്ഞു. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ ആരോഗ്യ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടും ഇത് എത്രമാത്രം നമുക്ക് നന്നായിട്ട് ജനങ്ങളുടെ നിത്യജീവിതത്തിലും മറ്റും ഉപയോഗിക്കാൻ ഗുണപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളൊരു ബോധവൽക്കരണം കൂടി നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ എത്രമാത്രം ചക്കകളുടെ വൈവിധ്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നും ആ വൈവിധ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയും ഭാവിയിൽ ഈ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും അങ്ങനെ സംരക്ഷിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് തന്നെ പുതിയ രൂപത്തിലുള്ള ചക്ക പ്ലാവുകളെ അതല്ലെങ്കിൽ ചക്കകളെ പിന്നെ വൈവിധ്യം കണ്ടെത്തിയിട്ട് പിന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പിന്നെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദുമ മൂലയിലെ സുഹറാബിയാണ് ചക്ക ബിരിയാണിയുമായി ഫെസ്റ്റിനെത്തിയത്. ചക്ക കട്ട്ലറ്റ്, ചക്ക ഫ്രൈ, ചക്കക്കുരു കട്ട്ലറ്റ്, ചക്ക നിറച്ചത് തുടങ്ങി വൈവിധ്യങ്ങളായ ചക്ക പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധയാണ് സുഹറാബി. പ്രവീൺ തൈക്കടപ്പുറം, പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃഷ്ണശ്രീ എന്നിവർ ക്ലാസ് എടുത്തു. സനൂജ സൂര്യപ്രകാശ് അധ്യക്ഷയായി. VV പ്രഭാകരൻ, ഗ്രേസി, B ബാലകൃഷ്ണൻ, ബിന്ദു കല്ലത്ത്, ജഗദീശൻ നാറാട്ടുകടവ്, ശ്രീജ പുരുഷോത്തമൻ, പ്രൊഫസർ സാഹിറ റഹ്മാൻ, വിനോദ് മേൽപ്പുറം, ജയന്തി അശോക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അച്ചാനൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. 2024-26 വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും 2024-26 വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പും ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. അജാനൂർ യൂണിറ്റ് പ്രസിഡന്റ് ഹംസ പാലക്കി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി K. രവീന്ദ്രൻ സ്വാഗതവും റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ ഹനീഫ ബേവിഞ്ച വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി
തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. മേഖലാ കൺവീനർ ഉണ്ണി മാവുങ്കാൽ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ യൂണിറ്റ് പ്രസിഡന്റായി സി ഹംസ പാലക്കിയെ തെരഞ്ഞെടുത്തു. കെ രവീന്ദ്രനെ ജനറൽ സെക്രട്ടറിയും ഹനീഫ ബേബിഞ്ചയെ ട്രഷററായും തെരഞ്ഞെടുത്തു. കുഞ്ഞാമത് PM, മുജീബ് റഹ്മാൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും അബ്ദുൽ ഹമീദ്, സന്തോഷ് കുമാർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. യൂണിറ്റ് അംഗങ്ങളായിരിക്കെ മരണപ്പെട്ട ഹസൈനാർ, മൊയ്തീൻ കോയ ഗുരുക്കൾ എന്നീ വ്യാപാരികളുടെ അനന്തരാവകാശികൾക്ക് ജില്ലാ വ്യാപാരി ക്ഷേമ പദ്ധതിയിൽ നിന്നുള്ള 3,31,000 രൂപയുടെയും കുടുംബക്ഷേമ പദ്ധതിയിൽ നിന്നുള്ള 50,000 രൂപയുടെയും ചെക്കുകൾ യോഗത്തിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയത്തിലെ അധ്യാപകർക്കായി ജില്ലാ ആചാര്യ നൈപുണ്യവർഗ് ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ച ക്ലാസ്സിൽ 120ഓളം അധ്യാപകർ പങ്കെടുത്തു. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയത്തിലെ അധ്യാപകർക്കായി ജില്ലാ ആചാര്യ നൈപുണ്യവർഗ് ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ച ക്ലാസ് ജില്ലാ അധ്യക്ഷൻ കെ ശിവശങ്കരൻ നായരുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ N അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അക്കാദമിക് പ്രമുഖ് വാരിജ ടീച്ചർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി P ഗണേശൻ നന്ദിയും പറഞ്ഞു. ജില്ലാ അക്കാദമിക് സഹപ്രമുഖ് ഗോപാലൻ മാസ്റ്റർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. തുടർന്ന് ഭാരതീയ വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തിവികാസം എന്ന വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി P ഗണേശൻ ക്ലാസ് എടുത്തു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 120 അധ്യാപകർ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ല 40ന്റെ നിറവിൽ. സമൂലമായ മാറ്റം ആഗ്രഹിക്കുന്ന കാസർഗോഡിന് ഈ പിറന്നാൾ നൽകുന്നത് വലിയ പ്രതീക്ഷകൾ. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ സെന്റർ ചിത്താരിയിൽ ടാങ്കർ ലോറിയിൽ വാതക ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പരത്തി. ആശങ്ക പരിഹരിച്ചത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടം, 2 മരണം. കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ ഇരകളായവരിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയും. 1 ലക്ഷം രൂപ പിൻവലിക്കുവാനെത്തിയപ്പോൾ 5000 രൂപ നൽകി മടക്കി അയച്ചുവെന്ന് പരാതി. സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. കാസർഗോഡ് താലൂക്ക് പരിധിയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. കുമ്പള പോലീസ് സ്റ്റേഷനിലെ മേൽക്കൂരയുടെ സിമന്റ് പാളികൾ അടർന്നു വീണു. അപകടം ഒഴിവായത് തല നാഴിഴയ്ക്ക്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.